ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റബീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക്, തേങ്ങ ചിരവിയത്, ഇത്രയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏതാണ് നമുക്ക് താല്പര്യം അത് യൂസ് ചെയ്യുക. അത് ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം, കാരണം അതിൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതിലേക്ക് കുറച്ച് വഴണ്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. അത് നല്ലപോലെ യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും, കാരണം ഉപ്പല്ലഞ്ഞാൽ ചില ഭാഗത്ത് പിടിക്കാതെ വരും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ആവിയിൽ നല്ലപോലെ വേവിക്കുക. ഇത് നല്ലപോലെ വഴണ്ടതിന് അതിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ മൂടി വെച്ചിട്ട് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അവനവൻ്റെ ഇഷ്ടമാണ്, ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുക. കൂടുതൽ സവാളൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളിത്തണ്ടിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? നമ്മുടെ ഇവിടെ ഉള്ളിത്തണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഈ ഉള്ളിയിട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി, അധികം വേണ്ട. അതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഉള്ളി ഇട്ടിട്ടും കുറച്ച് നേരം അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വാടി നല്ല അതിലേക്ക് ടേസ്റ്റ് വരും. ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടെ ഇട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് നല്ലപോലെ അടച്ച് വെച്ച് ആവിയിൽ വേവിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.